ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ അടുത്ത് നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലെ വേക്കൻസിയാണ് നോക്കുന്നത്. സോ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 3/5/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 2/6/2025 നോക്കിയിരിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് നോക്കുന്നത്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിരിക്കുന്ന ടോട്ടൽ പോസ്റ്റ് നമ്പർ 18 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 6, OBCക്ക് 6, SCക്ക് 3, EWSന് 2, PWDക്ക് 1 വേക്കൻസി എന്നിവയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 19,000 മുതൽ 63,000 വരെയാണ് നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന ട്രേഡ് ട്രാക്ടർ മെക്കാനിക്, ട്രാക്ടർ ഡ്രൈവർ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന അസറ്റിൽ 28 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കും. ഇവിടുത്തെ പെർ മന്ത് നിങ്ങൾക്ക് സാലറി 41,237 ആണെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ കിട്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓർ നിങ്ങൾക്ക് തത്തുല്യമായിട്ട് സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം വിത്ത് മിനിമം 55% മാർക്ക് ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ട്രേഡ് അപ്രന്റീഷിപ്പ് ഒക്കെ ഇത് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിലും ഇതിലേതെങ്കിലും ട്രേഡ് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി 2 വർഷത്തെ ഫുൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇപ്പോൾ ട്രെയിനി ആയിട്ടൊക്കെ 2 വർഷത്തെ ട്രേഡ് അപ്രന്റീഷിപ്പ് ഒക്കെ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ട്രേഡ് അപ്രന്റീഷിപ്പ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ട്രേഡ് അപ്രന്റീഷിപ്പ് ഒക്കെ വിളിക്കുന്നുണ്ട്. സോ അതൊക്കെ അപ്ലൈ ചെയ്ത് ട്രെയിനിങ് പൂർത്തിയായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിക്കുന്നത് ട്രേഡ് ലബോറട്ടറി അസിസ്റ്റന്റ്, കെമിക്കൽ ലാബ് അസിസ്റ്റന്റ്, ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റന്റ് എന്നിവയിലേക്കാണ്. ടെക്നീഷ്യൻ്റെ കീഴിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സാലറി പെർ മന്ത് കിട്ടുന്നത് 41,000 ആണെന്ന് ഓർത്തിരിക്കുക. 10ാം ക്ലാസ് ഉള്ളവർക്ക് അതോടൊപ്പം തന്നെ ഇക്വലൻ വിത്ത് സയൻസ് സബ്ജക്റ്റിൽ 55% മാർക്ക് ആൻഡ് IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും ട്രേഡ് അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതും റെലവൻ്റ് ആയിട്ടുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് ഗാർഡനർ, ഫോർകൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ്, സോയിൽ ടെസ്റ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ്റെ കീഴിൽ 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. 41,000 പെർ മന്തിൻ്റെ സാലറി. ഇവിടെ ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത് 10th, അതോടൊപ്പം തന്നെ ഇക്വലൻ വിത്ത് സയൻസ് സബ്ജക്ട് വിത്ത് മിനിമം 55% മാർക്ക് ആൻഡ് IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ ഫുൾ ടൈം എക്സ്പീരിയൻസ് ഇൻ അപ്രന്റീസ് ട്രെയിനി ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും പബ്ലിക് സെക്ടറിൻ്റെ ആയാലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ടെക്നീഷ്യനാണ് വരുന്നത്. 31 വയസ്സുള്ളവർക്ക് OBCക്ക് അപ്ലൈ, SCക്ക് 33 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 28 വയസ്സ് EWSനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. പെർ മന്ത് കിട്ടുന്ന സാലറി 41,000. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വലൻ വിത്ത് സയൻസ് സബ്ജക്റ്റ് മിനിമം 55% മാർക്ക് ആൻഡ് IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് or പ്രൈവറ്റ് സെക്ടർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻ ആണ് വിളിച്ചിരിക്കുന്നത്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 41,000 പെർ മന്തിൻ്റെ സാലറി. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഓർ ഇക്വലൻ സയൻസ് സബ്ജക്റ്റ് മിനിമം 55% മാർക്ക് ആൻഡ് IT സർട്ടിഫിക്കറ്റ് അപ്ലൈ. 2 വർഷത്തെ എക്സ്പീരിയൻസ്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് or പ്രൈവറ്റ് സെക്ടർ ഉള്ളവർക്ക് അപ്ലൈ. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഫിറ്റർ ആണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് SCക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. 33 വയസ്സുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. SC കാൻഡിഡേറ്റിന് 40,000 പെർ മന്തിൻ്റെ സാലറി. 10th ആണ് ക്വാളിഫിക്കേഷൻ ഓർ ഇക്വലൻ വിത്ത് സയൻസ് സബ്ജക്ട് വിത്ത് മിനിമം 55% മാർക്ക് ആൻഡ് IT സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മൂന്നിൻ്റെ ഏതെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നവരൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് പ്ലംബർ ആണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ്റെ കീഴിലാണ് വിളിച്ചിരിക്കുന്നത്. OBC റിസർവേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. പെർ മന്ത് കിട്ടുന്ന സാലറി 41,000 ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന ഹൗസ് കീപ്പിംഗ് ആണ്. ടെക്നീഷ്യൻ്റെ കീഴിൽ OBC റിസർവേഷൻ പോസ്റ്റാണ്. 2 വേക്കൻസി ഉണ്ട്. 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റിന് 41,000 പെർ മന്ത് കിട്ടുന്ന സാലറി. ഈ 3 ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക്, ഇതിന് മൂന്നിൽ ഏതെങ്കിലും മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഓറാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ബേസിസിലുള്ള പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മോഡ് എക്സാം ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വിളിച്ചിരിക്കുന്നത് 3 പേപ്പർ ബേസിസ് എക്സാം ആണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 കൊടുത്തിരിക്കുക. പേപ്പർ 2, പേപ്പർ 3 ആണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫൈഡ് നാച്ചറാണെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഇംഗ്ലീഷ് or ഹിന്ദി ചൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ക്വാളിഫിക്കേഷൻസ് സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം വരുന്നത് 10+ IT അല്ലെങ്കിൽ +2 ബേസിസുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 150 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അത് 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുന്നത് മെൻറ്റബിലിറ്റി 1 അവർ ആണെന്ന് ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്കില്ല, 2 മാർക്കാണ് എവരി റോങ് കറക്റ്റ് ആൻസറിന് വരുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്യുന്നത്. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് ഈച്ച് വരുന്നുണ്ട്. ഇവിടെ വരുന്ന റൈറ്റ് ആൻസറിന് 3 മാർക്കും റോങ് ആൻസറിന് 1 നെഗറ്റീവ് മാർക്കും പോകുന്നതായിരിക്കും. നെക്സ്റ്റ് പേപ്പർ 3 എന്ന് പറയുന്നത് ടൈം അലോട്ട് ചെയ്യുന്ന 1 അവറാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 50 ക്വസ്റ്റ്യൻസ് വരും, 3 മാർക്കായിരിക്കും എല്ലാ റൈറ്റ് ആൻസറിനും വരുന്നത്. റോങ് ആൻസറിന് 1 മാർക്ക് വരും എന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഏജ് റിലാക്സേഷൻ വരുവാണെങ്കിൽ SC ST കാൻഡിഡേറ്റ് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും PWD ജനറൽ കാൻഡിഡേറ്റിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക.
നെക്സ്റ്റ് നോക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതെന്ന് പറയുന്നത് ജനറൽ OBC EWC കാൻഡിഡേറ്റിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. SC ST വുമൺ PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിനാണ് ഫീ പേയ്മെൻറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വെബ്സൈറ്റിൽ ലിങ്ക് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. inbri.res.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. സോ പിന്നെ ഇവിടെ നോക്കുന്നത് ഈ താഴോട്ട് വരുമ്പോൾ ഇവിടെ അനക്ഷറി നിങ്ങളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം അവർ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് ശരിക്കും CSIR നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് 3/5/2025 ക്ലോസ് ചെയ്യുന്നതായിട്ട് 2/6/2025 അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. മറക്കാതെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.